സമയത്ത് വീട്ടിൽ ആളുണ്ടായിരുന്നോ? ഇല്ല, വീട്ടിലാളില്ലായിരുന്നു. ഞങ്ങളെല്ലാവരും പുറത്തായിരുന്നു. ഞങ്ങളുടെ കുടുംബ വീട്ടിലായിരുന്നു. ഞങ്ങൾ ആരും ഇവിടെ ഇല്ലാത്ത സമയത്തായിരുന്നു അവർ വന്നത്. വിച്ഛേദിക്കാൻ എത്തുമെന്ന് പറഞ്ഞിരുന്നോ? രാവിലെ ഒരു ഫോൺ കോൾ വന്നായിരുന്നു. അപ്പം നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞായിരുന്നു. കാരണം നമ്മൾ അടച്ചോളാം, നിങ്ങൾ ചെയ്തോ, അവരുടെ പിന്നെ ജോലിയുടെ ഭാഗമല്ല, അപ്പോൾ അത് ചെയ്തോ എന്ന് ഇവിടുന്ന് പറഞ്ഞിരുന്നു. ഈ പരാതി നായയെ വിട്ട് കടിപ്പിച്ചു എന്നുള്ളതാണ് ജീവനക്കാരും KSEBിയുടെ ലെറ്റർ ഹെഡിലാണ് ആ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയില്ല. നമ്മുടെ ഇടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറയുകയാണ് ചെയ്തത്. ഇങ്ങനെ നിങ്ങളുടെ വീട്ടിൽ വന്നു പട്ടിയെ നിങ്ങൾ വിട്ട് കടിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതി ഉണ്ട് എന്ന് പോലീസുകാർ പറഞ്ഞിട്ടാണ്, പോലീസ് സ്റ്റേഷനിൽ വിളിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് ഇത് അറിയുന്നത്. ജീവനക്കാരെ നേരത്തെ അറിയും, അല്ലെങ്കിൽ അത്തരത്തിൽ വ്യക്തിവൈരാഗ്യമോ മറ്റോ ഉണ്ടോ? നമ്മൾ ഈ KSEB ഉദ്യോഗസ്ഥരാരാണെന്ന് പോലും നമ്മൾ അറിയത്തില്ല. ഒരു ചാനലിൽ വന്ന വാർത്തയാണ് നമുക്ക് ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നെന്നും പിന്നെ ഇങ്ങനെ പട്ടി കടിച്ചു എന്നുള്ളൊരു വാർത്ത നമ്മൾ അങ്ങനെയാണ് മാധ്യമത്തിൽ നിന്നാണ് അറിയുന്നത്. അല്ലാണ്ട് നമ്മൾ വീട്ടിൽ വന്ന് നമുക്കറിയത്തില്ല പട്ടി കടിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല. ഈ KSEB ഫ്യൂസ് ഊരുന്നതിന് പകരം ഇപ്പോൾ സർവീസ് വയർ തന്നെ ഡിസ്കണക്ട് ചെയ്തിരിക്കുന്ന ഒരു അവസ്ഥ കൂടെ ഉണ്ട്. കഴിഞ്ഞ ഒരു ദിവസമായിട്ട് ഇവിടെ കറണ്ടും ഇല്ല അല്ലേ? ഇന്നലെ 12 മണിയായപ്പോൾ വന്നവർ ആദ്യം ഫ്യൂസിൻ്റെ അവിടുത്തെ കട്ട് ചെയ്തിട്ട് പട്ടി കടിച്ച് പോയതിനു ശേഷം തിരിച്ച് വന്നിട്ട് അവർ മേളിലത്തെ വയറും കൂടെ കട്ട് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയേക്കുന്നത്. അതെന്താണ് അങ്ങനെ ചെയ്തതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ കറണ്ട് ബില്ല് അടച്ചിരുന്നോ? ഞങ്ങൾ 4 മണിയായപ്പോഴത്തേക്കും കറണ്ട് ബില്ല് അടച്ചിട്ട് ആ KSEB ഉദ്യോഗസ്ഥനെ ആദ്യം വിളിച്ചു, സാറെ കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഇത് ഞങ്ങളുടെ കയ്യിൽ നിൽക്കത്തില്ല, അത് വിട്ടുപോയി, അതുകൊണ്ട് കറണ്ട് ഫ്യൂസ് കുത്തി തരത്തില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഓഫീസിൽ വിളിച്ചു. അത് കഴിഞ്ഞ് AEOയെ വിളിക്കാൻ പറഞ്ഞു. AEO പറയാതെ ഫ്യൂസ് കുത്തത്തില്ലെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ പല ആൾക്കാരെയും കൊണ്ട് വിളിച്ചു പറയിപ്പിച്ച്, രാത്രി ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്, പഠിക്കുന്ന കുട്ടികളുണ്ട്, പിന്നെ അവരെല്ലാം കൊണ്ട് വിളിപ്പിച്ചിട്ട് പറഞ്ഞിട്ട് നമ്മുടെ BDJSന്റെ സെക്രട്ടറി രതീഷ് മട്ടപ്പള്ളി സാറിനെ കൊണ്ട് വിളിച്ചു പറയിപ്പിച്ചു. സാറ് വിളിച്ചു പറഞ്ഞപ്പോഴും KSEBക്കാർ പറഞ്ഞത്, AEO സന്തോഷം എന്ന് പറഞ്ഞ സാറ് പറഞ്ഞത് പറ്റില്ല, ഞങ്ങൾ ഇന്ന് അവിടെ കറണ്ട് കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. CA സാറിനെ വിളിച്ചു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞത്, നിങ്ങൾ ഗവൺമെൻറ്റും KSEB നിങ്ങളുമായിട്ടുള്ള പ്രശ്നമാണ്, അത് ഞങ്ങൾക്ക് ഇടപെടാൻ പറ്റില്ല, അവരെന്താണോ പറയുന്നത് അത് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെ ഇരിക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വീട്ടിൽ ആൾതാമസമില്ല. ഒരാഴ്ചയായിട്ട് ഇവിടെ ആൾതാമസമില്ല. നിങ്ങൾക്ക് വരുന്നവർക്ക് കണ്ട്, ഞങ്ങൾ മറ്റുള്ളവരോടും പറഞ്ഞു നിങ്ങൾക്ക് വരുന്നവർക്ക് കണ്ടു നോക്കാം, അന്നേരം അറിയാം ഇവിടെ ആളുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. കാരണം ഇവിടെ ആളില്ലാത്ത ഇത് ഒരു വീടായിട്ട് തന്നെയാണ് കിടക്കുന്നത്. ആ വീട്ടിലാണ് ഇവർ കയറി വന്നത്. പട്ടിക്ക് ഫുഡ് കൊടുക്കാനായിട്ടാണ് ഈ വ്യക്തി ഇവിടെ വരുന്നത്.